ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമ്മളുള്ളത് പത്തനംതിട്ട അടൂരാണ് കേട്ടോ. അടൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അന്നേരം രാവിലെ തന്നെ അടൂർ വന്നു. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടൂരിൻ്റെ മടിത്തട്ടി കൂടാണ്. നമ്മൾ നേരെ പോകുന്നത് അടൂർ കരിക്കിനേത്തിലോട്ടാണ്. ഞാൻ നോർമലി ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ എടുക്കാറ്. എൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുത്ത് ഞാനിവിടെ അടൂർ കരിക്കിനേത്ത് വന്നിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തത്. നിർഭാഗ്യവശാൽ നമ്മൾ വന്നപ്പോൾ എൻ്റെ അടൂർ കരിക്കിനേത്ത് അടച്ചിട്ടേക്കുവാണ്. അവിടെ പണിയൊക്കെ നടക്കുന്നു, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അടച്ചിട്ടേക്കുന്നത്. അതിനുശേഷം അതിൻ്റെ കുറച്ച് ഇങ്ങേപ്പുറത്തായിട്ട് അടൂർ SM എന്ന് പറഞ്ഞൊരു തുണിക്കടയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അടൂർ SMലോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുണിയെടുക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വേണ്ടി ഉടുപ്പെടുക്കാനെ കൊണ്ടാണ് വന്നത്. എന്തായാലും നമുക്ക് നേരെ SMൻ്റെ അകത്ത് കയറി നോക്കാം, അവിടെ ഉണ്ടോ ഇല്ലയോ എങ്ങനെ സംഭവം എന്നൊക്കെ നോക്കാം. SMലാണെങ്കിലും പല ഫ്ലോറുകളിലായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും നേരെ അകത്തോട്ട് ചെന്ന് കുട്ടികളുടെ ഡ്രസ്സുള്ളത് 3rd ഫ്ലോറിലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ 3rd ഫ്ലോറിൽ പോയി. ഇനി അങ്ങോട്ടുള്ള അകത്തോട്ടുള്ള വീഡിയോസിന് അലൗഡ് ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അകത്തോട്ടുള്ള വീഡിയോസൊന്നും എടുക്കില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടോ, കുഞ്ഞിനുള്ള ഒരു ജോഡി ഡ്രസ്സ് എടുത്തു. അതിനുശേഷം നേരെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ടയിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ അടൂരിൽ നിന്ന് നേരെ തട്ടേന്ന് നേരെ കൈപ്പട്ടൂർ ചെന്നിട്ടുണ്ട്. ഈ റൗണ്ട് അപ്പിട്ട് കറങ്ങി നമ്മൾ ഈ കാണുന്ന റോഡിൽ കൂടെ നേരെ വെച്ച് പിടിച്ചാൽ നമുക്ക് പത്തനംതിട്ട ചെല്ലാവുന്നതാണ്. അന്നേരം തന്നെ നമ്മൾ റൗണ്ട് അപ്പോട്ടൊക്കെ കറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ടയിലോട്ടാണ്. ഇതാണ് കൈപ്പട്ടൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരം കൈപ്പട്ടൂർ ജംഗ്ഷനിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിരുന്നു. അതിനുശേഷം നേരെ അവിടെ നമ്മൾ മുന്നോട്ട് പോകുന്ന KSRTCയിലൊക്കെ വരവൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഇതാണ് കൈപ്പട്ടൂർ പാലം എന്ന് പറയുന്നത് കേട്ടോ, വലിയൊരു പാലമാണ്. അങ്ങനെ തന്നെ നമ്മൾ അവിടെയൊക്കെ കഴിഞ്ഞ് കൈപ്പട്ടൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓമലൂർ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാണ് ഓമലൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പത്തനംതിട്ടയിലോട്ട് പോകാനൊക്കെ ഉണ്ട്. അന്നേരം തന്നെ ഇതാണ് ഓമലൂരിലെ പേരുകേട്ട ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. പേരുകെട്ട അമ്പലമാണ്. അമ്പലമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കോളേജ് കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ വണ്ടിയും കാത്ത് അവിടെ റോഡിൽ നിൽപ്പുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കോളേജ് ജംഗ്ഷൻ എന്നാണ്. ഇതിൻ്റെ തൊട്ടങ്ങേപ്പുറത്താണ് കാതോലിക്കേറ്റ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കോളേജൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഒരു റൗണ്ട് ഓപ്പോട്ട് ഉണ്ട്. റൗണ്ട് ഓപ്പോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ പത്തനംതിട്ടയിലെ ഒരു മെയിൻ ട്രാഫിക് സിഗ്നലും കൂടിയാണ് ഇവിടെ. പിന്നെ നമ്മൾ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഇടത്ത് കയറിയിട്ട് നേരെ പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. ഇതാണ് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 1-2 മനോഹരമായിട്ടുള്ള പള്ളികളുണ്ട്. അതിലൊരു മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണിത്. ഈ റോഡ് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് 1 വേ ആണ് കേട്ടോ. അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് വണ്ടി വരത്തില്ല. ഇങ്ങോട്ട് വണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ചങ്ങപ്പുറത്ത് ഹോസ്പിറ്റലാണ് കേട്ടോ. പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലാണിത്. അതിൻ്റെ ഒരു അവിടെ വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 1 വേ ആണ്. അന്നേരം തന്നെ ഇതാണ് പത്തനംതിട്ടയിലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. ഇതാണ് പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ മെയിൻ്റനൻസ് വർക്കും അതുപോലെ തന്നെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് നേരെ പോകുന്നത് അബാ ജംഗ്ഷനിലോട്ടും അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡിലോട്ടും പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ടും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഈ റോഡ് വഴി പോയി കഴിഞ്ഞാൽ എത്തിച്ചേരാവുന്നതാണ്. പത്തനംതിട്ടയിലെ പഴയ പ്രൈവറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് അങ്ങേപ്പുറത്താണ് കേട്ടോ. ഇപ്പോൾ അവിടെ ബസ് കയറി പോകും എന്നല്ലാതെ അവിടെ പാർക്കിങ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ടാക്സികളും അതുപോലുള്ള വണ്ടികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് കുറച്ച് നാളെ ഞാനും പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് കയറിയിട്ടൊന്ന് കുറച്ച് കയറി കണ്ടിട്ട് എന്തായാലും പോകുന്നത്. അന്നേരം തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും കുറച്ച് കാറുകളും അതും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പഴയ പ്രൈവറ്റ് സ്റ്റാൻഡൊക്കെ കണ്ട് മടങ്ങി വരുന്ന സമയത്താണെങ്കിൽ എൻ്റെ ഇവിടെ ഒരു തുണിക്കട ഉണ്ട് കേട്ടോ. കളേഴ്സ് എന്നാണ് തുണിക്കടയുടെ പേര്. എന്നാൽ പിന്നെ വിചാരിച്ചു അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു ജോഡി ഡ്രസ്സ് കൂടെ വേണം. എന്നാൽ പിന്നെ ഇനി ഇത് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ എൻ്റെ അതിവിശാലമായിട്ടുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളെ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ സംഭവവും ഉണ്ട്. അങ്ങനെ വേണ്ട കുറേ നേരം അവിടെ കറങ്ങി തിരിഞ്ഞിരുന്നു. അതിനുശേഷം ഇനി നമുക്ക് കുഞ്ഞിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് കൂടെ വേണം. അങ്ങനെ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഇരിക്കുന്ന ഏരിയയിലൂടെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴത്തേനുണ്ട് ഒരുപാട് ഡ്രസ്സൊക്കെ കണ്ടു. അങ്ങനെ വേണ്ട അതിലൊരെണ്ണം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ വേണ്ട അവിടെ നിന്ന് വേണ്ട പാക്ക് ചെയ്ത ഡ്രസ്സ് മേടിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് സ്വർണ്ണക്കടയിലോട്ടാണ്. അവിടെ ചെന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ റിങ് എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇടുന്ന മറ്റേ പിള്ളമോതിരം എന്നൊക്കെ പറയത്തില്ലേ, മറ്റേ ഗ്രാമൊന്നുമല്ല, മറ്റേ മില്ലി ടൈപ്പ്. അങ്ങനെ അവിടെ ചെന്നു കുറേ മോതിരങ്ങൾ കാണിച്ചു കേട്ടോ. അതിലൊരെണ്ണം ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു ചെറിയൊരു മോതിരം എടുത്തു. അതിനുശേഷം അതൊക്കെ പാക്ക് ചെയ്തപ്പോഴത്തേന് അവിടെ പിന്നെ മഴയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ആ കടയിൽ തന്നെ ഇരുന്നു. അതിനുശേഷം നേരെ ഞങ്ങൾ പോയതുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. പത്തനംതിട്ടയിൽ തന്നെ നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ തന്നെ ഹോട്ടലിലേക്ക് അതിന് നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അന്നേരം പിന്നെ ഞങ്ങൾ അകത്തൊരു റൂമുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ അകത്തെ റൂമിലോട്ട് പോയി. ഞാൻ പത്തനംതിട്ട വന്നാൽ മിക്കപ്പോഴും ഞാൻ ഇവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല നീറ്റാണ്. മെയിനായിട്ട് നല്ല നീറ്റുണ്ട്. അതുപോലെ തന്നെ നല്ല ഫുഡും ആയിരിക്കും. പിന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതായിരുന്നാലും എല്ലാം കൊണ്ട് മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുക.
അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഓർഡർ എടുക്കാനെ കൊണ്ട് ആൾ വന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആദ്യമേ തന്നെ പ്ലേറ്റും അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളെല്ലാം കൊണ്ട് സെറ്റാക്കി വെച്ചു. അതിനുശേഷം തന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കും വേണ്ട അവർ ഫുഡും കൊണ്ടൊക്കെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാനെ കൊണ്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേങ്കിൽ അവസാനമായപ്പോഴത്തേക്കിന് വൈഫാണെങ്കിൽ പൊറോട്ടയും പനീറും ഓർഡർ ചെയ്തു. ഞാനാണെങ്കിൽ പിന്നെ ചിക്കൻ ബിരിയാണി. എനിക്കും ചിക്കൻ ബിരിയാണിയാണ് മസ്റ്റായിട്ട്. ഞാൻ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി പൊറോട്ടയും കഴിക്കും, എന്നാലും ചിക്കൻ ബിരിയാണിയാണ് മെയിനായിട്ട് ഞാൻ കഴിക്കാറ്. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ട് അവർ പോയി. അതിനുശേഷം തന്നെ ഞങ്ങൾ ഫുഡൊക്കെ പ്ലേറ്റിലൂടെയൊക്കെ വിളമ്പി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാം കൊണ്ടും നല്ലതാണ്. ബിരിയാണിക്കാണെങ്കിലും പപ്പടവും അച്ചാറും അതുപോലെ തന്നെ സലാഡും നോർമലി തന്നെ ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ സൈഡ് ഡിഷും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ, പൊളിയാണ്, ഒരു രക്ഷയില്ല. പനീറാണെങ്കിലും ആ ഒരു കറിയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പൊറോട്ടയ്ക്ക് നല്ല പറ്റിയ ബെസ്റ്റ് ഒരു കറിയും കൂടിയാണ് പനീർ എന്ന് പറയുന്നത്. ഫുഡ് അടി കഴിഞ്ഞിട്ട് വേറെ 1-2 പരിപാടിയും കൂടെ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അന്നേരം ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അന്നേരം എല്ലാവർക്കും ബൈ.